ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 1202 മലയാള പുതുവർഷ ഭരണി നക്ഷത്ര ജാതകരുടെ ഒരു വർഷത്തെ നക്ഷത്ര ഫലമാണ്. അതായത് നിങ്ങൾക്ക് ഈ കൊല്ലം വലിയ രീതിയിലുള്ള പദ്ധതി തയ്യാറാക്കുവാനും നടപ്പിലാക്കുവാനും കഴിയുന്ന വർഷമാണ്. അതുപോലെ നിങ്ങൾക്ക് ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഏറ്റെടുത്ത ജോലികളെല്ലാം തന്നെ ഏറെക്കുറെ നിശ്ചിത പരിധിക്കുള്ളിൽ തന്നെ ചെയ്തു തീർക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ വിട്ടുവീഴ്ച മനോഭാവത്താൽ പൂർവികമായ സ്വത്ത് രേഖാപരമായി നിങ്ങൾക്ക് ലഭിക്കും. വിദഗ്ധ ചികിത്സകളാലും മറ്റും സന്താന സൗഭാഗ്യം ഉണ്ടാകുന്ന വർഷമാണ്. വ്യാപാര വ്യവസായ വിപണന മേഖലകളിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായി അല്പം നേട്ടം കുറയുന്നതാണ്. പുനഃപരീക്ഷകളിലോ പുനഃപരിശോധനകളിലോ ആയി നിങ്ങൾക്ക് വളരെ വലിയ വിജയ ശതമാനം വർദ്ധിക്കുന്നതാണ്. സുതാര്യമായിട്ടുള്ള നിങ്ങളുടെ സമീപനത്താൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ എല്ലാം തന്നെ തള്ളിക്കളയുവാനും അതിജീവിക്കുവാനും കഴിയുന്നതാണ്. സംഭവ ബഹുലമായ വിഷയങ്ങളെ നേരിടേണ്ടി വരും. അതുപോലെ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വതന്ത്രമായ തൊഴിൽ മേഖല കണ്ടെത്തുവാൻ കഴിയുന്ന വർഷം കൂടിയാണ്. വിദേശത്ത് സ്ഥിര താമസമാക്കുവാനുള്ള അനുമതി നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തികമായി എല്ലാവിധ പണ കൈകാര്യം ചെയ്യുമ്പോഴും അമിതമായ ശ്രദ്ധ ഈ വർഷം വേണം. അമിതമായ ആവേശം നിങ്ങളുടെ അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുന്ന വർഷം കൂടിയാണ്. ഇവ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം കൂടിയാണ്. ആചാര മര്യാദകൾ പാലിക്കുന്നതിൽ ആത്മാഭിമാനം തോന്നും. അതുപോലെ അനുമോദനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപര്യാപ്തതകൾ എല്ലാം തന്നെ മനസ്സിലാക്കി അതിജീവിക്കുവാൻ തയ്യാറായാൽ ഈയൊരു വർഷം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഭവിക്കുന്നതാണ്. അതുപോലെ പണം കടം കൊടുക്കുമ്പോഴും ജാമ്യം നിൽക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുക. അസൂയാലുക്കളായ ആളുകളുടെ കുപ്രചാരണത്താൽ മനോവിഷമം തോന്നുവാനിടയുണ്ട്. നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടേണ്ട സാഹചര്യം വന്നുചേരും. അതുപോലെ അതിൽ നിന്നും പിന്മാറി നിൽക്കുന്നതാണ് വളരെയധികം കരണീയമായി മാറുക. ഒരു പരിധിയിലധികം പണം ഈയൊരു വർഷം മുടക്കിയുള്ള പദ്ധതികളെല്ലാം തന്നെ ആരംഭിക്കാതിരിക്കുക. സത്യസന്ധവും നീതിയുക്തവുമായ സമീപനം നിങ്ങളുടെ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുന്നതാണ്. പരീക്ഷണങ്ങളിൽ വിജയമുണ്ടാകും. അധികാരികളിൽ നിന്നും നിങ്ങൾക്ക് ബഹുമതി ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അദൃശ്യമായ ഈശ്വര സാന്നിധ്യത്താൽ നിങ്ങൾക്ക് ആശ്ചര്യം അനുഭവപ്പെടും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നതാണ്. വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുവാൻ ഇടയുള്ള ഒരു വർഷം കൂടിയാണ്. അതുപോലെ തന്നെ ഗുണനിലവാരം കുറഞ്ഞ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്നും ത്വക്ക് രോഗം പിടിപെടുവാൻ ഇടയുണ്ട്. അസുലഭ നിമിഷങ്ങൾ ആസ്വദിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. സമ്മാന പദ്ധതിയിലും നറുക്കെടുപ്പിലും വിജയിക്കുവാൻ കഴിയുന്നതാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആത്മവിശ്വാസം കൈവരും. ചെലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ നിർബന്ധിതനാകുന്നതാണ്. നിത്യയുക്ത പദവിയിൽ നിന്നും സ്ഥാനമാറ്റമുണ്ടാകുന്നതിനാൽ ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിനു ശ്രമിക്കേണ്ടി വരും. സുതാര്യമായുള്ള സമീപനത്താൽ അടിസ്ഥാനരഹിതമായുള്ള ആരോപണങ്ങളെയെല്ലാം തന്നെ അതിജീവിക്കുവാനുള്ള മനക്കരുത്ത് ലഭിക്കുന്നതാണ്. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുമെങ്കിലും സാമ്പത്തികമായ ഇടപാടുകളിൽ നിന്ന് പിന്മാറി നിൽക്കുന്നത് വളരെയധികം ഉത്തമമാണ്. നിങ്ങളുടെ അർപ്പണ മനോഭാവം, ലക്ഷ്യബോധം, പ്രവർത്തന സന്നദ്ധത തുടങ്ങിയവ ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾക്കായി വിദേശത്ത് താമസിക്കുവാൻ ഇടവരുന്ന വർഷമാണ്. വാഹന അപകടങ്ങളിൽ പെടാതിരിക്കുവാൻ പ്രത്യേകം ജാഗ്രത പാലിക്കുക. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുവാൻ ഇടയുള്ള വർഷം കൂടിയാണ്.
പ്രത്യേക കരുതൽ ഈ ഒരു കാര്യത്തിൽ പുലർത്തുക. നിങ്ങളുടെ സംസാര ശൈലിയിലും അപാകതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ജീവനക്കാരെ എല്ലാം മാറ്റി ഉത്സാഹികളായ ആളുകളെ നിയമിക്കുവാനും ഈ ഒരു വർഷം സാധിക്കുന്നതാണ്. നിങ്ങളുടെ പഴയ വീട് മാറി വിസ്തൃതിയുള്ള ഗൃഹത്തിലേക്ക് മാറി താമസിക്കുവാൻ കഴിയുന്നതാണ്. ഔദ്യോഗികമായി മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കും. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമായി മാറുന്നതാണ്. പ്രത്യേകിച്ചും ആപൽഘട്ടങ്ങളിൽ നിന്നുള്ള ബന്ധുക്കളെ രക്ഷിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാക്കുന്നതാണ്. ഒരു കാരണവന്മാരുടെ നിർദ്ദേശങ്ങൾ അബദ്ധങ്ങളെ അതിജീവിച്ച് ജീവിതത്തിനും വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു വർഷമാണ്. സമൂഹ സേവനങ്ങൾക്ക് പുറമെ ജനപിന്തുണയ്ക്കും നിങ്ങൾ വഴിയൊരുക്കും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നത് നിങ്ങളുടെ ജീവിത നിലവാരം ഉയരുവാൻ ഉപകരിക്കുന്ന വർഷം കൂടിയാണ്. വർഷങ്ങൾക്കു ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ബൃഹത് പദ്ധതികൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കുവാനും പുതിയ ഉദ്യോഗത്തിന് വഴിയൊരുക്കുവാനും കഴിയും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നതിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന വർഷമാണ്. നിലവിലുള്ള നിങ്ങളുടെ വാഹനത്തിന് പുറമെ മറ്റൊരു വാഹനം കൂടി വാങ്ങുവാൻ ഈയൊരു വർഷം കഴിയുന്നതാണ്. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കും. പുരാണം, ഇതിഹാസം, ഭാരതീയ ശാസ്ത്രങ്ങൾ, ആധ്യാത്മികം തുടങ്ങിയ കാര്യങ്ങളിൽ ഈയൊരു വർഷം നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദേവാലയ ദർശനത്തിനുള്ള യോഗം കാണുന്നു. വന്നു ചേരുന്ന അവസരങ്ങളെല്ലാം തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗത്തിനുള്ള അവസരം വന്നു ചേരുവാനും ഭരണി നക്ഷത്ര ജാതകർക്ക് ഈയൊരു വർഷം സാധിക്കുന്നതാണ്. ഈയൊരു വർഷം നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും പുതിയ ചുമതലകൾക്കും സാധ്യതയുണ്ട്. മീഡിയ, കല, വിദേശ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. ധനപരമായി നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ വരാം. റിസ്ക്കുള്ള നിക്ഷേപങ്ങൾ കഴിവതും ഒഴിവാക്കുക. അതുപോലെ സ്വർണത്തിലോ ഭൂമിയിലോ ചെയ്യുന്ന നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് വരും കാലങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുമെങ്കിലും ചില ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരുന്നതാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ, തലവേദന, യാത്രാവേളകളിലെ അശ്രദ്ധ മൂലമുള്ള പ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കുവാൻ യോഗയും ധ്യാനവും ശീലമാക്കുന്നത് വളരെയധികം ഗുണകരമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷപരിഹാരത്തിനുമായി ഭദ്രകാളിയെ ആരാധിക്കുന്നതും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ദോഷങ്ങൾ അകലുവാൻ വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.